Hello, good afternoon. Good afternoon, Miss. Yes, good afternoon. മഴ കാരണമാണോ കുറെ ആളുകളുടെ ഒരു അബ്സെൻസ് ഉണ്ടല്ലോ, കുറെ പേരെ കാണാൻ ചെയ്യാം. ഇത്രയുള്ള നമ്മളുടെ ക്ലാസ്സില് ആണോ? Yes, okay. Once again, good afternoon. നമുക്ക് ക്ലാസ് തുടങ്ങാം. Good afternoon. Yes, good afternoon. Good afternoon, നൈന. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മള് HRM-ന്റെ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ചാപ്റ്ററിന്റെ പേരറിയോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ പഠിക്കണേ. ചാപ്റ്ററിന്റെ പേരറിയോ? ആർക്കും അറിയില്ല? എന്താ അത്? നയന പറഞ്ഞു അറിയാമെന്ന്. ഏതാ അത്? ചാപ്റ്ററിന്റെ പേരിന്റെ തുടക്കമെങ്കിലും അറിയോ? ഒരുപാട് പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗ്രീവാൻസ് അല്ലെ? ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ്, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ എംപ്ലോയി ഡിസിപ്ലിൻ, സെക്യൂരിറ്റി, സേഫ്റ്റി ഒക്കെ, അതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര്. അതാണ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി, സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. എന്തിനാണ് നമ്മൾ എല്ലാ ദിവസവും വരുമ്പോ ഈ ചാപ്റ്ററിന്റെ പേര് പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരിക്കാനാണ് കൂടുതലും. കാരണം എന്ന് വെച്ചാൽ ഓരോ ടീച്ചേഴ്സ് ഇങ്ങനെ മാറി വന്നെടുക്കുന്നുണ്ട്. ചിലപ്പോ ചില അഡ്ജസ്റ്റ്മെന്റുകളിൽ നമുക്ക് ക്ലാസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസം ട്യൂസ്ഡേയിലാണ് ശരിക്കും എന്റെ ക്ലാസ് അല്ലേ? പകരം അത് ടീച്ചർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നാളത്തെ ക്ലാസ് പുള്ളിക്കാരിക്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. നാളെ എനിക്ക് ഒരു ഇൻട്രോ ക്ലാസ് കൊടുക്കാനുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, എന്റെ നാളത്തെ ക്ലാസ് ഞാൻ ഇന്നത്തേക്ക് ഒന്ന് വാങ്ങിച്ചു വേറെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, സോ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരണ്ടല്ലോ. അതിനാണ് നമ്മൾ ചാപ്റ്ററിന്റെ പേര് എല്ലാ ദിവസവും ഞാൻ എന്റെ ക്ലാസ്സിൽ കയറുമ്പോ ഒക്കെ ചാപ്റ്ററിന്റെ പേരൊന്ന് മെൻഷൻ ചെയ്യും. അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറ്. അതുപോലെ തന്നെ എടുക്കുന്ന ടോപ്പിക് എവിടെയാണെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാലോ എവിടെ വരെ നമ്മൾ എടുത്തു? ഫോംസ് ഓഫ് ഗ്രീവിയൻസ് അതെടുത്ത് കഴിഞ്ഞോ? ഏതൊക്കെ ഗ്രീവൻസുകൾ ഉണ്ട്, ഏത് രീതിയിലൊക്കെയാണ് ഗ്രീവൻസ്, അതായത് എംപ്ലോയീസിലുള്ള പരാതികള്, പരിഭവങ്ങള്, അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ്, പ്രോബ്ലംസ്, അതൊക്കെ എത്ര രീതിയിലുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണോ ഞാൻ എടുക്കേണ്ടത്? അത് കൺഫേം ചെയ്യാമോ? യെസ്, ഓക്കെ. അതിൽ ഫാക്ച്വൽ എന്ന് പറയുന്ന ഫോം, ആക്ച്വൽ ഫോം ഓഫ് ഗ്രീവൻസ്, അതായത് ഗ്രീവൻസുകൾക്ക് പ്രധാനമായിട്ട് 3 രീതിയിലുള്ള ഗ്രീവൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫാക്ച്വൽ ഗ്രീവൻസ്. എന്താ അതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫാക്ച്വൽ ഗ്രീവൻസിനകത്ത് പറഞ്ഞത്? There is a contract or agreement or relationship between the employer and the employee in an organization. ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റില് ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെ? ആ ഒരു ബന്ധം എന്താണ്? That they have to follow some norms or rules and regulations which is defined in the organization. ആ ഓർഗനൈസേഷനിൽ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില നോംസ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമങ്ങൾ, ലോസ് അല്ലെ? കുറെ ലോസ് ഉണ്ട്. ആ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ആര്? എംപ്ലോയി. അതാണ് അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ജോലി ചെയ്യുമ്പോഴും ആ ജോലി ചെയ്യുന്നതിന് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളുണ്ട്, ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു എഗ്രിമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ജോലിക്ക് ചേരുമ്പോൾ ആ ഓർഗനൈസേഷൻ നമ്മൾ എംപ്ലോയറുമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അതായത് എഗ്രി ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ടു ഫോളോ സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അങ്ങനെയാവുമ്പോൾ എംപ്ലോയീസ് എല്ലാവരും ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് ജോലിക്ക് കയറുമ്പോൾ the employee have some expectations that they have to receive from that organization.
ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളും ഒരു എന്തൊക്കെ എന്ത് ചെയ്യും, പ്രതീക്ഷിക്കും. എന്ത് ഓർഗനൈസേഷനിൽ നിന്ന് ഇങ്ങനെയാകണം, അങ്ങനെയാകണം, ഇങ്ങനെയാകണം എന്നൊക്കെ അല്ലെ. നമ്മള് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോഴും we have some expectations. എംപ്ലോയീസിന് എന്തുണ്ട്, ചില പ്രതീക്ഷകളുണ്ട്. എനിക്ക് എന്റെ ഓർഗനൈസേഷനിൽ നിന്ന് ഇന്നത് കിട്ടും, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർഗനൈസേഷൻ മീറ്റ് ചെയ്തു തരും. പക്ഷേ in some cases, if these expectations are not met by the organization ഈ പറയുന്ന എംപ്ലോയീസിന്റെ എല്ലാ പ്രതീക്ഷകളും എന്താ പറയാ നടപ്പിലാക്കി കൊടുക്കാതെ വരുമ്പോ, അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾക്ക് ഒത്ത രീതിയിൽ മാനേജ്മെന്റ് പ്രവർത്തിക്കാതെ വരുമ്പോ, there will be a feeling of disappointment from the part of the employee. അങ്ങനെ വരുമ്പോ എന്തുണ്ടാകും, എംപ്ലോയീസിന് നിരാശ തോന്നും. ഞാനിപ്പോ ഇവിടെ ജോലി ചെയ്യുന്നതാണ്, അപ്പൊ എനിക്ക് എന്റേതായ ഒരു നില അല്ലെ, ഒരു റെസ്പെക്ട് എന്നോട് മറ്റ് എംപ്ലോയീസ് ആയാലും അതുപോലെ തന്നെ മാനേജ്മെന്റ് ആയാലും നമ്മൾക്ക് അറിയാം, നമുക്കൊരു വില കിട്ടുമെന്ന്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ന നീഡ്സ്, നമ്മളുടെ ഇന്ന ചെറിയതാണെങ്കിലും ചെറിയ ചില ആവശ്യങ്ങൾ നമ്മളിപ്പോ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ അറിയിച്ചാൽ അവർ നമ്മളോട് ഒപ്പം നിൽക്കും. അങ്ങനെയും കുറെ പ്രതീക്ഷകളുണ്ട് നമ്മളൊരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മളുടെ ഈ പ്രതീക്ഷകൾക്ക് ഒത്തുകുന്ന രീതിയിൽ നമ്മളുടെ എന്താ പറയാ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ മൂവ് ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് തോന്നും, എന്നാലും എനിക്ക് അങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം അങ്ങനെ അറിയിച്ചിട്ട് they are not beside me, എന്നോടൊപ്പം ചേർന്നില്ല, എനിക്ക് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അനുകൂലമായ ഒരു നടപടി സ്വീകരിച്ച് തന്നില്ല എന്ന് നമ്മൾ ഓർക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് തോന്നും, മനസ്സിൽ ഒരു ഫീലിംഗ് തോന്നും. ഈ ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞ എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഗ്രീവാൻസ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്ത് തോന്നും, ഒരു നിരാശ തോന്നും. എന്നാലും ആ ഒരു നെഗറ്റീവ് ഒരു ഇത് വന്നു നമ്മുടെ മനസ്സിൽ. കാരണം നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ടും ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്യുന്നു, നമ്മളും അതിൽ നിന്ന് അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ we expect something from return അല്ലെ, from them in return അല്ലെ. അവരിൽ നിന്ന് നമ്മൾ റിട്ടേൺ ആയിട്ട് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷകൾക്ക് ഒത്തു വരാതെ വരുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു തരം ഡിസപ്പോയിന്റ്മെന്റ്. അതിനെയാണ് എന്തെന്ന് വിളിക്കുക, എക്സ്പെക്ടേഷന് നിരക്കാത്ത രീതിയിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത രീതിയിൽ മാനേജ്മെന്റ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നു എങ്കിൽ ഉണ്ടാകുന്ന ഒരു തരം ഡിസപ്പോയിന്റ്മെന്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്നാണ് വിളിക്കുക. എന്താണ് ഫാക്ച്വൽ ഗ്രീവിയൻസ്? ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ ഉദാഹരണം തന്നെ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയീസിനോട് പറയുന്നു, അടുത്ത വർഷം മുതൽ, അതായത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ when you complete 1 year in this organization, നിങ്ങളുടെ സേവനത്തിന്റെ ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം മുതൽ അതിന്റെ പിന്നെ വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് 5% സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാകും. സാലറി 5% വെച്ച് കൂട്ടി തരാട്ടോ എന്ന് പറയുന്നു. ഓക്കെ, പക്ഷേ ആഫ്റ്റർ ദാറ്റ് പർട്ടിക്കുലർ പീരീഡ്, ആ പീരീഡ് കഴിഞ്ഞിട്ടും there is no change in the salary. നേരത്തെ തന്ന അതേ സാലറി തന്നെ ഇപ്പോഴും തന്നെ, മാറ്റമൊന്നുമില്ല. അവർ പറഞ്ഞ ആ ഒരു വാക്ക് പാലിക്കുന്നില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരുപാട് അല്ലെ, നമുക്ക് ആ ഒരു സാലറി അടുത്ത ആ ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം 12,000 രൂപ കൂടുതൽ കിട്ടും അല്ലെങ്കിൽ 5,000 രൂപ കൂടുതൽ കിട്ടും പ്രതീക്ഷിക്കും എംപ്ലോയീസ്. അപ്പൊ അത് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഒരു ഫീലിംഗ് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും. അതൊക്കെ എന്താണ്, ഫാക്ച്വൽ ഗ്രീവിയൻസ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാകും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്. ഒന്നുകൂടി നിങ്ങൾ എല്ലാവരും കൂടെ എത്താത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. ആൻഡ് സെക്കൻഡ് ഫോം ഓഫ് ഗ്രീവൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ഗ്രീവൻസ് ആണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിരുന്നോ? ഫാക്ച്വൽ ഗ്രീവൻസ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോ? ഏതാ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ഓക്കെ, അടുത്തത് ഇമാജിനറി ഗ്രീവൻസ് ആണ്. ഇമാജിനറി as the word indicates, ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇമാജിനേഷൻ. നമ്മൾ എന്താ പറയാ, ഒരു എംപ്ലോയി ചിലപ്പോ മേ ബി ഡിസാറ്റിസ്ഫൈഡ് ഡ്യൂ ടു ഹിസ് റോങ് പെർസെപ്ഷൻ, തെറ്റായ ധാരണ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ. അതായത് ആരെങ്കിലും നമ്മളോട് വന്ന് തെറ്റായ ഒരു ഇൻഫോർമേഷൻ നമ്മളിലേക്ക് പാസ് ചെയ്തു, ഇങ്ങനെയുണ്ടോ അങ്ങനെ, അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കും. ആക്ച്വലി ഈ സംഭവം പക്ഷെ മറ്റേതെങ്കിലും എംപ്ലോയീസോ മറ്റാരെങ്കിലും വഴിയോ നമ്മളിലേക്ക് ഒരു റോങ് ഇൻഫോർമേഷൻ, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു റോങ് ഇൻഫോർമേഷൻ നമ്മളിലേക്ക് വരിക, അല്ലെങ്കിൽ നമുക്ക് ഒരു റോങ് ധാരണ, തെറ്റായ ധാരണ. എന്താ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരണ എന്നാണ്. റോങ് പെർസെപ്ഷൻ, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് തെറ്റായ ഒരു ധാരണ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക, മനോഭാവം. ഇങ്ങനെയൊക്കെ വരുമ്പോ എംപ്ലോയീസ് ഗെറ്റ് ഡിസപ്പോയിന്റഡ്. അങ്ങനെ വരുമ്പോഴും എന്ത് പറ്റും, എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും. അങ്ങനെ അത് തെറ്റാണ്, ആക്ച്വലി അതല്ല. മനസ്സിലായോ? അത് ആക്ച്വൽ അല്ലാത്തൊരു കാര്യം, തെറ്റായ നമ്മളുടെ രീതിയിലുള്ള ധാരണ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളിലേക്ക് പാസ് ചെയ്തത് കൊണ്ടോ ഉണ്ടാകാവുന്ന ഒരു ഗ്രീവൻസ്. അതിനെയാണ് നമ്മൾ ഇമാജിനറി ഗ്രീവൻസ് എന്ന് പറയാം. ഓക്കെ, അത് ഇമാജിനേറ്റ് ചെയ്തെടുത്തേക്കാണ്.
ഈ ഇമാജിനറി ഗ്രീവൻസുകൾ പ്രത്യേകത ഇറ്റ് വിൽ ബി എ ലോങ് ടേം ഇമ്പാക്ട് ഓൺ ദ ഓർഗനൈസേഷൻ. അതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് എളുപ്പമൊന്നും മാറില്ല. എന്ത് ചെയ്യും? അത് അവിടെ ഇങ്ങനെ റോങ് പെർസെപ്ഷനും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഇൻകറക്റ്റ് ഇൻഫർമേഷനും ആ എംപ്ലോയീസിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഇറ്റ് വിൽ നോട്ട് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മാനേജ്മെന്റ്. അവരെന്ത് ചെയ്യില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ല മാനേജ്മെന്റിനോട്. കാരണം ഇത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ലല്ലോ. നമ്മൾ തന്നെ മനസ്സിലിട്ട് ഇങ്ങനെ ഇട്ട് എന്ത് ചെയ്താ നമ്മൾ തന്നെ ഇങ്ങനെ കുറെ കാൽക്കുലേഷൻസ് തെറ്റായ രീതിയിൽ അതിനവിടേക്ക് പെരുക്കും. നമ്മൾ ഒന്നില്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിലിട്ട് അത് മറ്റുള്ളവരെ അറിയിക്കാതെ എത്തേണ്ട സ്ഥലത്ത്, അതായത് നമുക്ക് എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഹയർ അതോറിറ്റീസ് ഓർ ടു ദ മാനേജ്മെന്റ് ഓർ ടു ദ കൺസേൺഡ് പേഴ്സൺ. അതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരം പരാതികൾ ആരാണോ അതിന് ഡീലിംഗ് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിനെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ ഇവർ ആരെങ്കിലും അറിയിച്ചിരിക്കണം. അതല്ലാതെ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസ് തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ട് കൂടി ഇവരുടെ ചിലപ്പോൾ ചില പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിനെ മാത്രം ബാധിക്കുന്ന ചില കാര്യമായിരിക്കും തെറ്റായ ഇൻഫോർമേഷൻ വന്നത്. നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, അവിടെ ഇട്ട് അവര് തമ്മിൽ പരസ്പരം അങ്ങോട്ട് പറഞ്ഞ് എന്താ പറയാ സൂചിക്ക് എടുക്കേണ്ടത് തുമ്പക്ക് എടുക്കുന്നത് പോലെ വലുതാക്കും അല്ലെ. അത് അവിടെ കിടന്ന് വലുതാകുകയുള്ളൂ. അതെന്ത് ചെയ്യും, അങ്ങനെ വലുതായി എംപ്ലോയീസിന്റെ ഇടയിൽ എന്താ പറയാ ഭയങ്കരമായ ഒരു ദേഷ്യം, ഓർഗനൈസേഷനെതിരെ ദേഷ്യവും അതുപോലെ തന്നെ എന്തൊക്കെയാ ഫ്രസ്ട്രേഷൻ അങ്ങനെയൊക്കെ കുറെ ഫീലിങ്സ് കൊണ്ടുവരും. അതിങ്ങനെ ഒരു ലോങ് ടേം ഇമ്പാക്ട് ആയിട്ട് അവിടെ കിടക്കും. അത് കാരണം എന്താ, ലോങ് ടേം ആയിട്ട് കിടക്കുന്ന കാരണം എന്താ, ഇത് ആരാണോ ഇത് പരിഹരിക്കേണ്ടേ അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് അറിയിക്കാത്തത് കൊണ്ടാ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ കിടന്ന് അത് വഷളാകുകയേ ചെയ്യുള്ളൂ. അതിനൊരു പോംവഴി, ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ സോൾവ് ചെയ്ത് മുന്നോട്ട് ചെയ്ത് പാത്ത് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ എവറിഥിങ് വിൽ ബി ഓക്കെ, എല്ലാം ഓക്കെ ആയിരിക്കും. അവിടെ മാനേജ്മെന്റ് എംപ്ലോയീസ് തമ്മിൽ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഇമാജിനറി എന്ന് പറയുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇതൊരു ഇമാജിൻഡ് ആണ്. ഇറ്റ്സ് നോട്ട് റിയൽ. It is according to the wrong perception, അതുപോലെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ wrong information from others. മറ്റുള്ളവരിൽ നിന്ന് തെറ്റായ ഇൻഫോർമേഷൻ കിട്ടി അല്ലെങ്കിൽ നമ്മളുടെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം കൊണ്ട് ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനെ നെഗറ്റീവ് അടിക്കും. നമ്മൾ പറയാറില്ലേ, ഓ ഇയാൾ എപ്പോഴും നെഗറ്റീവ് ആണല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് പോസിബിൾ ആണോ അല്ലയോ അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് വിലയിരുത്തുന്നതിന് മുമ്പ് ലെറ്റ്സ് ഹാവ് എ ട്രൈ അല്ലെ, ഒരു ട്രൈ നടത്താം എന്ത് കാര്യത്തിലും. പക്ഷെ ചില ആൾക്കാരുണ്ട് ഇതൊന്നും നമ്മൾക്ക് പറ്റില്ല, സാധ്യമാകില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ നെഗറ്റീവ് അടിക്കുന്നു അല്ലെ. ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ തെറ്റായ ധാരണകള് ഇതൊക്കെ എന്തിന് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. അതോടൊപ്പം തന്നെ അത്തരം അത്തരം ഗ്രീവൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമാജിനറി ഗ്രീവൻസ് എന്ന് വിളിക്കുക. അതൊരു ലോങ് ടേം ഇമ്പാക്ട് ആയിരിക്കും ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് മേ ലീഡ് ടു എ നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ വരുമ്പോൾ അവിടെ കിടന്ന് ഇവരെന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും പറയും. പിന്നെ അവിടെ പറയുമെന്ന് അറിയോ, പുറത്തിറങ്ങിയ നാലാൾ കൂടുന്നിടത്തും പറയും ഞാൻ പിന്നെ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകളുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ചില എന്താ പറയാ നമ്മളുടെ തെറ്റായ കാരണങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് അത് വെറുതെ പറയും. ശരിക്കും അത് ആക്ച്വൽ ആണോ അല്ലേന്നൊന്നും അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് പറയും. അപ്പൊ എന്ത് പറ്റും, പബ്ലിക്കിന്റെ ഇടയിലും ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ അത് അകത്ത് മാത്രമല്ല അത് എഫക്ട് ചെയ്യുക, പുറത്തെ ആളുകളോട് പറയുമ്പോൾ അത് ഓർഗനൈസേഷന്റെ ഇമേജിനെ തന്നെ എന്താക്കും, നെഗറ്റീവ് ആക്കും, ഇല്ലാതാക്കും. ഓക്കെ, അതുകൊണ്ട് ദിസ് ടൈപ്പ് ഓഫ് ദാറ്റ് മീൻസ് ഇമാജിനറി ടൈപ്പ് ഓഫ് ഗ്രീവൻസുകൾ ഷുഡ് ബി ഹാൻഡിൽഡ് ഓർ ഡെൽറ്റ് വിത്ത് ഇമ്മീഡിയറ്റ്ലി. അതിനെ എത്രയും പെട്ടെന്ന് ഡീൽ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ എംപ്ലോയീസ് നേരിട്ട് അത് ഹയർ അതോറിറ്റീസിനെയോ അല്ലെങ്കിൽ കൺസേൺഡ് പീപ്പിളിനെയോ അറിയിക്കുക. അല്ലെങ്കിൽ മാനേജ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ റിയാക്ഷനിൽ നിന്ന് മനസ്സിലാവും. എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിൽ നിന്ന്, ജോലിയോടുള്ള അവരുടെ ആ ഒരു എന്താ പറയാ അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അതിന്റെ പെർഫോമൻസിന്റെ ബേസിസിൽ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. അത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അത് ഡീൽ ചെയ്യുക. അല്ലെങ്കിൽ അത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ ഇമേജിനെ തന്നെ ഇല്ലാതാക്കും. ക്ലിയർ ആയോ? ഇമാജിനറി ഗ്രീവൻസ് മനസ്സിലായോ? ഓക്കെ ആണല്ലോ എല്ലാവരും? So first sentence ഒന്ന് underline ചെയ്യണം. Imaginary grievance arises when an employee is dissatisfied due to his wrong perception, negative attitude and also incorrect information. Okay. അതുകൂടാതെ it may develop. it എന്നുള്ളത് മാറണേ. it എന്നുള്ളത് imaginary grievance ആണ് കേട്ടോ. ആ it എന്നുള്ളതിന് പകരം imaginary grievance may develop a negative image of the organization in front of the employees
which may decrease their efficiency. അതായത് എംപ്ലോയീസിന്റെ ഇടയിലും പുറത്തൊക്കെ ഇത് ഓർഗനൈസേഷന് ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ വർക്ക് എഫിഷ്യൻസിയും കുറയും. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. 2 സെന്റൻസ് ആണ് ഇമാജിനറി ഗ്രീവൻസിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ക്ലിയർ? ഏതാണ് 2 സെന്റൻസ് മനസ്സിലായോ? ഇറ്റ് എന്ന് പറഞ്ഞ് വായിച്ചു പഠിക്കരുത്. ഇറ്റ് അല്ല, ഇമാജിനറി എന്ന്. കാരണം സെന്റൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇറ്റ് മേ ഡെവലപ്പ് എ നെഗറ്റീവ് ഇമേജ് എന്ന് പറയുമ്പോൾ ആ ഇറ്റ് മാത്രമായിട്ട് വായിക്കുകയാണെങ്കിൽ ഏത് ഫോം ഓഫ് ഗ്രീവൻസ് ആണെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഏത് വാക്ക് അവിടെ ചേർക്കണമെന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആ ഇറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇമാജിനറി ഗ്രീവൻസ് മേ ഡെവലപ്പ് എന്നുള്ളത് അങ്ങനെ ആക്കി വായിച്ചു പഠിക്കണം. ഓക്കെ, സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, തേർഡ് ഫോം ഓഫ് ഗ്രീവൻസ്. ഇനി മൂന്നാമത്തെ രൂപം എന്താ? ഡിസ്ഗൈസ്ഡ്. എന്താ ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്ക് ഇങ്ങനെ വേഷപ്രച്ഛന്നൻ എന്നൊക്കെ പറയൂലേ നമ്മള്. അതായത് വേഷം മാറുക, യഥാർത്ഥത്തിലല്ലാത്തത്. ഇവിടെ എംപ്ലോയി വെൻ ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ റീസൺ ഫോർ ദെയർ ഡിസ്കണ്ടന്റ്മെന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയുള്ള ഗ്രീവൻസിനെ നമ്മൾ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് എന്ന് വിളിക്കാം. മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നുകൂടി പറയാം. അതായത് എനിക്ക് എന്തോ ഒരു തൃപ്തിക്കുറവുണ്ട്, ഞാനിപ്പോ ഒരു എംപ്ലോയി ആണ്, എനിക്ക് എന്തോ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു ഡിസ്കണ്ടന്റ്മെന്റ്, ഒരു തൃപ്തിക്കുറവ്, സംതൃപ്തിയില്ലായ്മ ഉണ്ട്. പക്ഷെ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ റീസൺ അബൌട്ട് ദാറ്റ്. അതിന്റെ കാരണം എന്താണെന്ന് പറയാൻ പറ്റില്ല. അതായത് കാരണം അറിയാതെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിൽ വരിക, അതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായോ? വെൻ ആൻ എംപ്ലോയി ഈസ് നോട്ട് അവെയർ, ആൾക്ക് എന്നെ ബോധ്യമില്ല എന്ത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ മൈ ഡിസാറ്റിസ്ഫാക്ഷൻ, എന്തിനാവോ ഇപ്പൊ, എന്നാലും മനസ്സിൽ എന്തോ ഒരു ഇതുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരാൻ പറ്റില്ല, എന്താ കാരണം മനസ്സിലാകുന്നില്ല. അത്തരം ഗ്രീവൻസിനെ നമ്മൾ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് എന്ന് വിളിക്കും. അത് എങ്ങനെയൊക്കെ വരാന്ന് അറിയാമോ? ജനറലി നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ when we are doing something outstanding, മറ്റുള്ള എംപ്ലോയീസ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താണ്, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അപ്രീസിയേഷൻ, വെൽ ഡൺ, വളരെ നന്നായി ചെയ്തല്ലോ, അല്ലെങ്കിൽ മറ്റു എംപ്ലോയീസിനൊക്കെ വിളിച്ചു കൂട്ടി ഒരു അപ്രീസിയേഷൻ, ഒരു അനുമോദനം, കണ്ടോ ആള് നന്നായി, നമ്മൾ പറഞ്ഞ ഇതാണ്, പക്ഷെ ആള് ഇത്രയും ചെയ്തു, അല്ലെ? ചില ടാർഗറ്റുകളൊക്കെ ഇപ്പൊ മിക്ക ഓർഗനൈസേഷനിലും ചില ടാർഗറ്റുകൾ കൊടുക്കും. ഈവൻ ഇപ്പൊ ബാങ്കുകളിലൊക്കെ ജോലിക്ക് ഫ്രഷേഴ്സിനൊക്കെ കയറുമ്പോൾ അവർക്ക് ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇത്ര ആളുകളെ ഇങ്ങനെ ലോണൊക്കെ എന്താ പറയാ ഡെപ്പോസിറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോണിന്റെ ഒക്കെ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു ടാർഗറ്റ് കൊടുക്കുന്നുണ്ട് ഇത്ര പേഴ്സൺസ് ഒക്കെ. അപ്പൊ ടാർഗറ്റ് ഉണ്ട്, അപ്പൊ ആ ടാർഗറ്റ് അറ്റൈൻ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒത്തിരി PROs നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്ര ആളുകളെ, ഇത്ര സ്റ്റുഡൻസിനെ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ടാർഗറ്റ്. അപ്പൊ ഇതൊക്കെ, അപ്പൊ ചില ആളുകൾ വളരെ എന്താ പറയാ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പെട്ടെന്ന് തന്നെ ആ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് അറ്റൈൻ ചെയ്യും, അല്ലെങ്കിൽ ആ ടാർഗറ്റിനേക്കാൾ എബവ് ചിലപ്പോൾ അറ്റൈൻ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, അത്തരം എംപ്ലോയീസിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെ? ആ ഒരു അപ്രീസിയേഷൻ, ആ ഒരു അനുമോദനം അവർക്ക് അവർ ചെയ്ത പ്രവർത്തിക്ക് കുറച്ചൊന്നും അവരെ അനുമോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവരെ കുറച്ചും കൂടി അത്തരം ആളുകളോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെ, അങ്ങനെ പെരുമാറുക, ഇല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ആള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പൊ അവർക്കൊരു ചെറിയൊരു അധികാരം പോലെ, എന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഒരു പൊസിഷൻ, ഒരു അധികാരം കൊടുക്കുക അവരുടെ വിജയത്തിലൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ എംപ്ലോയീസും, എല്ലാ ജോലിക്കാരും അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ പ്രതീക്ഷിക്കുള്ളൂ കേട്ടോ. ഞാനിപ്പോ എനിക്ക് തന്ന ജോലി വളരെ പെർഫെക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് കൃത്യമായി ചെയ്യുന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരിനേക്കാളും കുറച്ചും കൂടി സിൻസിയർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് ഭയങ്കര എന്താ പറയാ ട്രസ്റ്റ്ഫുൾ ആയിട്ടൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഗതികൾ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ആ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പോ അതാണ് ഇവരുടെ ആ സംതൃപ്തിക്ക് കുറവ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല, ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ കിട്ടേണ്ട ഇത്തരം ചില ഫീലിങ്സ് ആണ്, മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ട ചില എന്താ പറയാ ഇത്തരം എന്താ പറയാ ചില പൈസയേക്കാൾ മൂല്യമുള്ള ചില റിവാർഡുകൾ ഉണ്ട്, അല്ലേ? നമുക്ക് പണത്തേക്കാൾ മൂല്യമുള്ള ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ ജോലി ഒന്നുകൂടി ഉന്മേഷത്തോടെ നമ്മൾ ചെയ്യാൻ നോക്കും. പക്ഷെ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അവര് ചെയ്താലും അവര് അത്രയും ചെയ്യുന്നുള്ളൂ, പക്ഷെ ഞാൻ ഇത്രയും ചെയ്തിട്ടും there is no difference. അതായത് നമ്മൾ ചെയ്യുന്നതിൽ ഒട്ടും തന്നെ വ്യത്യാസമൊന്നുമില്ല. സോ വൈ ഷുഡ് പിന്നെ നമ്മൾ ഇത്ര എനർജിയും ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നൊരു മൈൻഡ് എംപ്ലോയീസിന്റെ ഇടയിൽ വരും. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ഗ്രീവൻസ്, അതിൽ നിന്നുണ്ടാകുന്ന അത്തരം
അപ്രീസിയേഷൻസ് കിട്ടേണ്ടത്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത് കിട്ടേണ്ടത്, അല്ലെങ്കിൽ അത്തരം എന്താ പറയാ അതോറിറ്റി എന്തെങ്കിലും ഒരു ചെറിയ അധികാരം പോലെ കിട്ടേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രീവൻസ്, അത് എംപ്ലോയീസിന് ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പൊ നോക്കിയത് അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ട് an employee who is dissatisfied with the working conditions of the company may desire some appreciation and praise from his co-workers. അതായത് അവിടുത്തെ ഒരു ഓർഗനൈസേഷനിലെ വർക്കിംഗ് കണ്ടീഷൻസ് ആൾക്ക് വലിയ കാര്യമൊന്നുമില്ല, അതായത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ may desire some appreciation and ഇത്രയും വർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നീ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ സാധാരണഗതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും അല്ല, ആ പോരായ്മകളിൽ നിന്നോട്ട് നീ നിന്റെ ജോലി നന്നായി ചെയ്യുന്നുണ്ട് എന്ന് ഒരു പ്രൈസ് അല്ലെ, ഒരു അപ്രീസിയേഷൻ, ഒരു പ്രൈസ് ഒക്കെ കിട്ടാനായിട്ട് മറ്റുള്ളവരിൽ നിന്നോ മാനേജ്മെന്റിൽ നിന്നൊക്കെ കിട്ടാൻ ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെ കിട്ടാതെ വരുമ്പോ അതൊക്കെ എന്താകും, ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസുകൾക്ക് കാരണമാകും. ആൻഡ് ഈ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസുകളും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അത് കണ്ടില്ല എന്നിരിക്കാൻ പാടില്ല. ദാറ്റ് ഷുഡ് നോട്ട് ബി നെഗ്ലക്റ്റഡ്. അത് നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇറ്റ് മേ ലീഡ് ടു ഹാർംഫുൾ കോൺസിക്വൻസസ്. അത് അങ്ങനെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ അതിന് ചില പോരായ്മകളും അതുപോലെ തന്നെ ചില എന്താ പറയാ ചില ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് അതിന്റെ ഫലം കൊണ്ട് ഉണ്ടാകാം. കാരണം അത് നമുക്ക് കിട്ടണല്ലോ. പിന്നെ ഞാൻ എന്തിനാണ്, കാരണം അത്രയും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് ആ ആൾക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻ കിട്ടാണ്ട് വരുമ്പോ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ആള് ഡൗൺ ആകും കുറച്ച് കഴിയുമ്പോ, അല്ലെ? നമ്മൾ എന്തിനാ പിന്നെ ഇത്ര കഷ്ടപ്പെടുന്നത് ആ ഒരു മൈൻഡ് വരും. അപ്പൊ എന്ത് പറ്റും, ആളുടെ പ്രൊഡക്ടിവിറ്റി കുറയും, ആരുടെ ആ എംപ്ലോയിയുടെ കാര്യക്ഷമത കുറയും. അതോടൊപ്പം തന്നെ ആ എംപ്ലോയിയുടെ വർക്കിംഗ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി അത് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയെയും ബാധിക്കും. അപ്പൊ ഇങ്ങനെ 3 രീതിയിലുള്ള ഗ്രീവൻസുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഫാക്ച്വൽ എന്ന് പറയുന്നതും അതുപോലെ ഇമാജിനറി, അതുപോലെ ഡിസ്ഗൈസ്ഡ്. 3 തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. ഫാക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ആ എക്സ്പെക്ടേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്നത് ഫാക്ച്വൽ. ഇമാജിനറി എന്ന് പറഞ്ഞാൽ റോങ് പെർസെപ്ഷൻ, റോങ് ആറ്റിറ്റ്യൂഡ്, ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ, ഇതുകൊണ്ടുണ്ടാകാവുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ, അത് ഇമാജിനറി. അതുപോലെ ഡിസ്ഗൈസ്ഡ് എന്ന് പറയുന്നത് നോട്ട് അവെയർ ഓഫ് ദ റീസൺ ഓഫ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് എന്താണ് ഡിസാറ്റിസ്ഫാക്ഷന്റെ കാരണം അത് മനസ്സിലാകാത്തുള്ളത്. ഓക്കെ ഓക്കെ യെസ്. എന്തുപറ്റി ശ്രീരാജ്? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ഓൺ ഡ്യൂട്ടി ആണോ? പുറത്താണോ ശ്രീരാജ്? ഓക്കെ, അപ്പൊ 3 മനസ്സിലായല്ലോ. ഡിസ്ഗൈസ്ഡില് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? When an employee is not aware about the reasons for his dissatisfaction, then he has a disguised grievance. Underline ചെയ്യാം. Then അടുത്തത് employee psychological needs. അതായത് മാനസികമായിട്ടുള്ള നമുക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നീഡ് ഫോർ അപ്രീസിയേഷൻ, ഫ്രണ്ട്ലിനെസ്, അല്ലെ? അതുപോലെ അതോറിറ്റി, സക്സസ്, ഇതൊക്കെ വിജയമൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എംപ്ലോയീസ്. അത് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് കേട്ടോ. ആർ നോട്ട് മെറ്റ് വരെ അണ്ടർലൈൻ ചെയ്യാം. എംപ്ലോയീസ് സൈക്കോളജിക്കൽ നീഡ്സ് ലൈക്ക് നീഡ് ഫോർ അപ്രീസിയേഷൻ, ഫ്രണ്ട്ലിനെസ്, അതോറിറ്റി, സക്സസ് എക്സെട്ര ആർ നോട്ട് മെറ്റ്. അവിടെ വരെ അണ്ടർലൈൻ ചെയ്തോ? അടുത്തതിലേക്ക് പോകട്ടെ. യെസ്, നൗ ലെറ്റ്സ് സീ. അപ്പൊ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ഗ്രീവൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ഗ്രീവൻസ്. ഈ ഗ്രീവൻസ് വരുന്ന വഴി എവിടെന്നാണ്, എങ്ങനെയാണ് ഇത്തരം എന്താ പറയാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികളും പരിഭവങ്ങളൊക്കെ എംപ്ലോയീസിന്റെ ഇടയിൽ വരിക? ഇതിനൊരു ഒറിജിനേഷൻ ഉണ്ടാകുമല്ലോ, എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് എന്താണ്, സ്രോതസ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ഇതിന്റെ സോഴ്സസ് ഓഫ് ഗ്രീവൻസുകളെ പ്രധാനമായിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 3 സ്ഥലത്തൊന്നും ഗ്രീവൻസുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ 3 രീതിയിലും ഏതൊക്കെയാണത്? ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസ്, ദാറ്റ് മീൻസ് മാനേജ്മെന്റിന്റെ എന്നെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന ഗ്രീവൻസ് എംപ്ലോയീസിന്റെ ഇടയിൽ. രണ്ടാമത്തേത് ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, വ്യക്തിപരമായിട്ട് ഓരോ ഇൻഡിവിജ്വൽസിന്റെ. എംപ്ലോയീസ് എല്ലാവരും ഓൾറെഡി ഓരോ ഇൻഡിവിജ്വൽസ് ആണല്ല, അവരെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ഗ്രീവൻസ്. അവരെ ഏത് രീതിയിൽ മാനേജ് ചെയ്യുന്നു, പേഴ്സണൽ ആയിട്ട് അവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിൽ നിന്നുണ്ടാകുന്ന ഗ്രീവൻസുകൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗ്രീവൻസ്. സോ ദ സോഴ്സസ് ഓഫ് ഗ്രീവൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. മറക്കണ്ട, ഗ്രീവൻസുകളുടെ സ്രോതസ്സുകളെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മാനേജ്മെന്റ് പ്രാക്ടീസസ്, സെക്കൻഡ് വൺ ഈസ് ഗ്രീവൻസ് റിസൾട്ടിംഗ് ഫ്രം ദ പേഴ്സണൽ മാനേജ്മെന്റ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് വർക്കിംഗ് കണ്ടീഷൻസ്. ക്ലിയർ ആയോ?
നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. എന്താണ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ആ 3 പോയിന്റുകളുടെ ഹെഡിങ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാനേജ്മെന്റിന്റെ ഇടപെടലുകൾ കൊണ്ടും അതുപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെന്റ്, വ്യക്തിപരമായിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടാകുന്നത് കൊണ്ടും അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ്, അവിടുത്തെ ചുറ്റുപാടുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെ ഗ്രീവൻസുകൾ ഉണ്ടാകാം. ഇതൊക്കെ അതിന്റെ ഉറവിടങ്ങളാണ്. ഗ്രീവൻസുകൾ ഉണ്ടാകാനുള്ള ഉറവിടങ്ങളാണ് ഇത് 3. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് വൺ. ഒന്നാമത്തെ എന്താ? മാനേജ്മെന്റ് പ്രാക്ടീസസ്. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇതിങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങളോട് ആ ഇന്ന ടോപ്പിക്കിന്റെ ഹെഡിങ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് അതിന്റെ താഴേക്ക് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആകുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയണട്ടാ. ഓക്കെ, യെസ്. അപ്പൊ ഒന്നാമത്തേത് മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ്. അപ്പൊ എങ്ങനെയാണ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ എന്തെങ്കിലും എന്താ പറയാ അവർ കൊണ്ടുവരുന്ന ചില രീതികൾ അല്ലെങ്കിൽ പ്രാക്ടീസസ്, അതുകൊണ്ട് എന്താണ് ഗ്രീവൻസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മാനേജ്മെന്റിന്റെ സ്റ്റൈലാണ്. മാനേജ്മെന്റിന്റെ സ്റ്റൈല് ഒരു വരുന്ന സ്റ്റൈലാണോ? അല്ല. There are 2 styles of management. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിന് 2 രീതിയുണ്ട്. ഒന്ന് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റും രണ്ടാമത്തേത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റും ആണ്. എന്താ അത്? ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ പോലെ ഞങ്ങൾ പറയും, ഞങ്ങൾ അധികാരമുള്ളവര്, ഞങ്ങളുടെ എന്താ പറയാ പൊസിഷൻ, മാനേജ്മെന്റിന്റെ പൊസിഷൻ മാനേജ്മെന്റിനാണ്, ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്, അത് നിങ്ങളിലേക്ക് അറിയിക്കും. ആൻഡ് യു ഷുഡ് ഹാവ് ടു ഫോളോ. നിങ്ങൾ അത് ഫോളോ ചെയ്യണം. ഓക്കെ, അതാണ് ഓട്ടോക്രാറ്റിക്. സ്വേച്ഛാധിപത്യം എന്നുള്ള ഒരു മലയാള വാക്കുണ്ടായിന്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? സ്വേച്ഛാധിപത്യം കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? ഏകാധിപത്യം അല്ലെ? ഒരു അതായത് നമ്മള് അധികാരി എന്നുള്ള ഒരു വൈക് അങ്ങനെയുണ്ട്. അതെന്താ? ചില ഓർഗനൈസേഷനിൽ അങ്ങനെയാണ്. മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കും, തീരുമാനങ്ങൾ എടുക്കും, അത് ബാക്കിയുള്ള എന്താ പറയാ എംപ്ലോയീസിനും മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കും. ദേ ഷുഡ് ഫോളോ. നിങ്ങൾ അത് അനുസരിച്ചാൽ മാത്രം മതി. ദാറ്റ് മീൻസ് ദർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ അവിടെ എംപ്ലോയീസിനെ പല തീരുമാനങ്ങൾ എടുക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഇടപെടുത്തൊന്നുമില്ല. അവരെ അങ്ങോട്ട് മാറ്റി തരും. തങ്ങൾ നിന്നോ അവിടെ നിന്നോ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരും, നിർദ്ദേശിക്കും, ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഫോളോ ചെയ്യാം. ദാറ്റ് ഈസ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. അടുത്തത് പറഞ്ഞു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അതെന്താ? അപ്പൊ അതെന്തായിരിക്കും? എന്തായിരിക്കും അത്? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്തായിരിക്കും ഒന്ന് പറയാമോ? നിങ്ങൾ ഉറങ്ങണ്ടാന്നൊന്നും അവിടെ ഇടയ്ക്കിരുന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തായിരിക്കും അപ്പൊ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ? നമുക്ക് ഓട്ടോക്രാറ്റിക് ഞാൻ പറഞ്ഞില്ല, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് ഒച്ചയായിട്ടെ, ആരെങ്കിലും എംപ്ലോയീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതന്നെ കണ്ടാ, മനോഹരമായ സൗണ്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എന്റെ ഈ സൗണ്ട് മാത്രം കേട്ട് പിള്ളേർ ബോറടിക്കണല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്ക് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താ. ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ? സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും എനിബഡി സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്റെ വോയിസ് കട്ടാകുമോ ബ്രേക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. എന്നാ ഇതൊന്ന് മ്യൂട്ട് ചെയ്തേക്ക്. ബാക്കിയുള്ളവർക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറയണത്. ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് പറയണം, ഞാൻ അപ്പൊ അൺമ്യൂട്ട് ചെയ്തു. സോറി, മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഗീതു ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, യെസ്. അപ്പൊ എന്താ? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റും ഉണ്ട്. എന്ന് വെച്ചാൽ മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ തീരുമാനങ്ങളും മറ്റൊക്കെ കൊണ്ടുവരുമ്പോ അതില് ആരെ കൂടി ഉൾപ്പെടുത്തും? എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തും. അപ്പൊ അവർക്കും അവരുടേതായ തീരുമാനങ്ങളോ ഐഡിയാസോ ഒക്കെ ഉണ്ടാകാം. എന്തുകൊണ്ട്? ഈ എംപ്ലോയീസിന്റെ ഐഡിയാസ് ഇല്ലാന്നാണോ നമ്മൾ പറയുന്നത്? ഓ, അവർക്ക് മാനേജ്മെന്റ് അവർക്കാണ് കൂടുതൽ ഐഡിയ. അല്ല, ഒരിക്കലും നമ്മൾ അങ്ങനെ വിലയിരുത്തരുത്. കാരണം എംപ്ലോയീസ് ഭയങ്കര ക്വാളിഫൈഡ് ആണ് ഇന്ന്. ജോലി പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും PSC എക്സാംസ് എഴുതി ഗവൺമെന്റ് ജോലി തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളും ഇന്ന് അവരുടെ ക്വാളിഫിക്കേഷന് ഈക്വൽ ആയിട്ടുള്ള ജോലിയല്ല ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും, അല്ലെ? അവർക്ക് ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഹൈ എന്താ പറയാ പൊസിഷനിലുള്ള ജോലി ചെയ്യാമായിരുന്നിരിക്കും. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് കിട്ടുന്നില്ല. എല്ലാവർക്കും അത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ അവരുടെ കിട്ടുന്ന ജോലിക്ക് പോകുക. ഇത്രയും വലിയ ചിലപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ടാണോ ഈ ജോലിക്ക് പോകുന്നത് എന്ന ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ നമ്മളാണെങ്കിൽ മറ്റുള്ളവരോടും ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഒത്തിരി എന്താ പറയാ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എംപ്ലോയീസ് ജോലിക്കാരുണ്ട്. അപ്പൊ അവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ ഐഡിയാസും മറ്റുമൊക്കെ മാനേജ്മെന്റിന് കിട്ടും. അപ്പൊ അവരെ ഉൾപ്പെടുത്തി ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റും ഉണ്ട്. അപ്പൊ ഈ 2 രീതിയുണ്ട്. ഏതായിരിക്കും കൂടുതലും ആളുകൾക്ക് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ഏതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ആക്സെപ്റ്റബിൾ ആകുന്നത്, അപ്രീഷിയേറ്റബിൾ ആകുന്നത്? ഏതായിരിക്കും? ഫസ്റ്റ് ഉള്ള സെക്കൻഡ് വൺ ഏതായിരിക്കും? ഓട്ടോക്രാറ്റിക് ആയിരിക്കോ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആയിരിക്കോ?
പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈല് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ തന്നെയാണ്. അതായത് ഓട്ടോക്രാറ്റിക്കലി അവർ ഇഷ്ടമില്ല. ഇന്നത്തെ കാലത്ത് പ്രസന്റ് സിറ്റുവേഷൻസിൽ ദ പീപ്പിൾ ഓർ ദ എംപ്ലോയീസ് എക്സ്പെക്ട് ഓർ ദേ അപ്രീഷിയേറ്റ് ഓൺലി പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. കാരണം എന്താ, അപ്പൊ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാനേജ്മെന്റുമായിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ. മറ്റേതാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്താ പറയാ ഇൻഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് അറിയിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ വഴിയായിട്ട് മാത്രം അറിയിക്കുന്നു. മാനേജ്മെന്റ് എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ നിൽക്കുന്നു. എംപ്ലോയീസുമായിട്ട് യാതൊരു രീതിയിലും ബന്ധപ്പെടുന്നില്ല, റിലേഷൻസിലില്ല എന്ന് വരുമ്പോ എംപ്ലോയീസിന് തന്നെ തോന്നും, ഓ ഇതെന്താ നമ്മൾ അങ്ങനെ ആയിക്കോട്ടോ അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അവര് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ് കൂടുതലും അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് എന്താ പറയാ ഏത് രീതിയിലുള്ള മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ് വേണ്ടത്, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ്. പക്ഷെ ചില ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു, അവരുടെ ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ് അവര് നടപ്പിലാക്കുക. സോ ഇറ്റ് വിൽ നോട്ട് ബി അക്സെപ്റ്റബിൾ ബൈ ദ എംപ്ലോയീസ്. അങ്ങനെ ഇറ്റ് മേ ലീഡ് ടു ഗ്രീവൻസ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അത് പരാതികൾക്കും പ്രശ്നങ്ങൾക്കും കാരണം. അവര് തോന്നും, ഇതെന്താ ഇത്, നമ്മള് ഇത്രയും നാളായി ഇവിടെ ജോലി ചെയ്യുന്നു, നമ്മൾ ഒരു മീറ്റിംഗ് പോലും മാനേജ്മെന്റ് നമ്മളുടെ ഒപ്പം വെച്ചില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അവര് വരുന്നില്ല, അവര് ഫേസ് ചെയ്യുന്നില്ല, നമുക്ക് നേരത്തെ കാര്യങ്ങളൊന്നും പറയാനോ അറിയാനൊന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ പരാതികളായി പരിഭവങ്ങളായി അതില്ലാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് പോകും. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് പ്രാക്ടീസസിന് എന്താ പറയാ ചില കാരണങ്ങൾ ആകാം. എന്തിന്, ഗ്രീവൻസിന്. ഓക്കെ, അപ്പൊ ഗ്രീവൻസിന് ഒരു കാരണമാണ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. അതില് മാനേജ്മെന്റിന്റെ സ്റ്റൈൽ തന്നെയാണ്. അത് ഓട്ടോക്രാറ്റിക് സ്റ്റൈലും ഉണ്ട്, പാർട്ടിസിപ്പേറ്റീവും ഉണ്ട്. അക്സെപ്റ്റബിൾ ആകുന്നത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് വൺ മാനേജ്മെന്റ് സ്റ്റൈല്. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. The autocratic style of management as one and the participative style on the other may cause grievance among workforce in an organization. ഒരിടത്ത് നമ്മൾ സ്വേച്ഛാധിപത്യവും അതുപോലെ മറ്റൊരിടത്ത് പാർട്ടിസിപ്പേറ്റീവും ആണെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷനിലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാകും അല്ലെ. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ് ആളുകൾ കൂടുതലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം. The workforce composed of extremely qualified people may not appreciate an autocratic style as in the present situation. Participative style is more appreciated. കണ്ടോ, അതായത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. ചിലപ്പോ മാനേജ്മെന്റിനേക്കാളും ഒരുപാട് ക്വാളിഫിക്കേഷൻ കൂടുതലുള്ള ആളുകളായിരിക്കാം ചിലപ്പോ എവിടെ ഉള്ളത്, താഴെ അവരൊക്കെ സബോർഡിനേറ്റ്സ് ആയിട്ട് എംപ്ലോയീസ് ആയിട്ട് ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ആ ഒരു സ്റ്റൈല് ഇഷ്ടാവില്ല, കാരണം നമ്മളെ ഭരിക്കാനോ എന്നുള്ള രീതിയൊക്കെ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഗ്രീവൻസിന് കാരണമാകാം. ഓക്കെ, സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ മാനേജ്മെന്റ് സ്റ്റൈൽ തന്നെയാണ്. രണ്ടാമത്തേത് സോഷ്യൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ. എന്താണ് സോഷ്യൽ ഡിസ്റ്റൻസ്? നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സും മാനേജേഴ്സും ഒക്കെ തമ്മിൽ എന്താ പറയാ എപ്പോഴും നല്ല ബന്ധം ഉണ്ടാവണമെന്ന് പറഞ്ഞു. പക്ഷെ there will be some social distance. സാമൂഹിക അകലം ഉണ്ട് അവർ തമ്മിൽ എപ്പോഴും. സാമൂഹിക അകലം നമ്മളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളെപ്പോഴെങ്കിലും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ സോഷ്യൽ ഡിസ്റ്റൻസിങ്? HRM-ൽ ഇപ്പൊ അത് കേട്ടു, ഇടയ്ക്ക് എവിടെയോ നമ്മൾ കണ്ടു പറഞ്ഞ അല്ലെങ്കിൽ കേട്ട് പറഞ്ഞൊരു വേർഡാണല്ലോ സോഷ്യൽ ഡിസ്റ്റൻസിങ്. എവിടെ കേട്ടു? യെസ്, കൊറോണ വന്നപ്പോ അല്ലെ. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്തായിരുന്നു? കൃത്യമായ അകലം പാലിച്ചു വേണം നമ്മൾ നിൽക്കാൻ എല്ലാ രോഗം വന്നത് അല്ലെ. ഇവിടെയും എന്താണ് ഒരു അകലമുണ്ട്, എത്ര ബന്ധമുണ്ട്, മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ ഭയങ്കര റിലേഷൻ ആണ് എന്നൊക്കെ പറയുമ്പോഴും വലിയ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചില ഓർഗനൈസേഷൻസിൽ അങ്ങനെയാണ്. പക്ഷെ ചിലയിടത്ത് ഉണ്ട് വളരെ ചുരുക്കം ചില ഓർഗനൈസേഷൻസിൽ അവരിവരും തമ്മിൽ യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഡിസ്ക്രിമിനേഷൻസ്, വിവേചനമൊന്നും ഇല്ലാതെ ഒരുമിച്ച് ഞാൻ മാനേജ്മെന്റ് ആണ്, ഞങ്ങൾ മാനേജ്മെന്റ് പൊസിഷനിലുള്ളവരാണ്, നിങ്ങൾ താഴെ അടുത്ത ക്ലാസ്സിലുള്ളവരാണ്, താഴെ ക്ലാസ്സിലുള്ളവരാണ്, ലോ ക്ലാസ് എംപ്ലോയീസ് ആണ് എന്നുള്ള വിവേചനമൊന്നും ഇല്ലാതെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഇൻ സം ഓർഗനൈസേഷൻസ് there will be social distancing between employees and management. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഇവര് മാനേജേഴ്സ് കൺസിഡർ ദ എംപ്ലോയീസ് ആസ് ലോവർ സോഷ്യൽ ക്ലാസ് പീപ്പിൾ. അതായത് ഏറ്റവും താഴെയുള്ള ലോ ക്ലാസ്സിലുള്ള ഒരു എംപ്ലോയീസ് ആയിട്ടായിരിക്കും ആര് കണക്കാക്കുക, മാനേജേഴ്സ് അവരെ കണക്കാക്കുക, വർക്കേഴ്സിനെയും എംപ്ലോയീസിനെയും ഒക്കെ കണക്കാക്കുക. സോ ഇറ്റ് വിൽ ലീഡ് ടു ഗ്രീവൻസസ്. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? നമ്മളിങ്ങനെ ഏറ്റവും താഴ്ന്നവരായിട്ട് കണക്കാക്കുന്നു,
അപ്പൊ എന്താ പറയുക, ഒബ്വിയസ്ലി വർക്കേഴ്സിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അവര് പ്രശ്നങ്ങൾ നേരിടുന്നത്. സോ തന്നെ ഹെസിറ്റന്റ് ടു വർക്ക്, അവര് ജോലി ചെയ്യാൻ പോലും താല്പര്യം കാണിക്കില്ല, മടി കാണിക്കും. അതായത് ഹെസിറ്റന്റ് എന്ന് പറഞ്ഞാൽ മടി കാണിക്കുക കേട്ടാ. അവരുടെ മനസ്സിൽ മുഴുവനും അത്തരം പ്രശ്നം കിടക്കുകയാണല്ലോ. കാരണം നമ്മളെ ഇങ്ങനെ താഴ്ന്ന തട്ടിലുള്ള ആളുകളായിട്ട് കണക്കാക്കുന്നു മാനേജേഴ്സ്. ആ ഒരു വിങ്ങൽ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ചെയ്യുന്ന ജോലി മടിയായിട്ട് ചെയ്യാൻ പറ്റില്ല, ജോലിയൊക്കെ ചെയ്യുന്നതിനൊക്കെ കുഴപ്പവും മടിയൊക്കെ കാണിക്കും. അതും മറ്റൊരു കാരണമാണ്, ഏതിന് ഗ്രീവൻസുകൾ ഫോം ചെയ്യാനുള്ള ഒരു കാരണമാണ്, സോഴ്സ് ആണ്. ഓക്കെ, സോഷ്യൽ ഡിസ്റ്റൻസ്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഏതാണെന്നറിയോ? ദ റിലേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സോഷ്യൽ ഡിസ്റ്റൻസ്. പിന്നെ അടുത്തതുകൊണ്ട് മാനേജേഴ്സ് വ്യൂ ദ വർക്കേഴ്സ് ആസ് someone who is on a much lower social scale. താഴ്ന്ന സ്കെയിലുള്ള ആളുകളായിട്ടാണ് മാനേജേഴ്സ് വർക്കേഴ്സിനെ കണക്കാക്കുന്നത്. ഒരു സെന്റൻസ് കൂടി. അത്തരം സാഹചര്യങ്ങളില്, ഏത് സാഹചര്യങ്ങളില്, അതായത് ഈ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ കീപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഗ്രീവിയൻസ് സിസ്റ്റം would not work in an effective way as workers are hesitant with their grievances. അതുകൂടി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 3 സെന്റൻസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ സെന്റൻസ്, പിന്നെ മാനേജേഴ്സ് എന്ന് തുടങ്ങുന്ന സെന്റൻസ്, പിന്നെ ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞ ആ സെന്റൻസ്. ക്ലിയർ ആയോ? മാനേജ്മെന്റ് പ്രാക്ടീസില് സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്തത് ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്. ഇനി ഈ തൊഴിലാളികളെ, അതായത് എംപ്ലോയീസിനെയൊക്കെ ഡീൽ ചെയ്യാൻ കൊണ്ടുവരുന്ന നയങ്ങളാണ് പേഴ്സണൽ പോളിസീസ്. സ്പെല്ലിംഗ് നോക്കുക, PERSONNEL. അതെന്ന് വെച്ചാൽ എന്താ? PERSONAL അല്ല, PERSONAL എന്ന് പറയുന്നത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരുപോലെയാണെങ്കിലും സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്, ആൻഡ് ഓൾസോ മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. പേഴ്സണൽ PERSONAL വ്യക്തിപരം എന്നാണ് അർത്ഥം അല്ലെ. അതേസമയം ഈ PERSONNEL എന്താ? തൊഴിൽപരമായിട്ടുള്ളത് അല്ലെ, തൊഴിലിനെ സംബന്ധിക്കുന്നത്, തൊഴിലാളികൾ എന്നൊക്കെ നമുക്ക് പറയാം. പേഴ്സണൽ, അതായത് പുതിയ പേഴ്സണൽ പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. തൊഴിലാളികൾ ഈ രീതിയിലൊക്കെ ചെയ്യണമെന്ന്, അങ്ങനെ പേഴ്സണൽ പോളിസീസ് ഒക്കെ ഓൾറെഡി ഓരോ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. അവിടുത്തെ തൊഴിലാളികൾ ഫോളോ ചെയ്യേണ്ടത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങൾ, അവരുടെ സാലറിയെ സംബന്ധിക്കുന്നതാകാം, അവരുടെ ലീവ് സംബന്ധിക്കുന്നതായിരിക്കാം, അവരുടെ എന്താ പറയാ മറ്റേതെങ്കിലും എന്താ പറയാ ജോലിക്ക് വരാതിരിക്കുമ്പോ ആബ്സെന്റ് ആകുമ്പോ, ലീവ് ആകുമ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ എന്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പേഴ്സണൽ പോളിസീസിൽ. ഇത് ചിലപ്പോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോംഡ് ഇൻ എ പ്രോപ്പർ വേ, ശരിയായ രീതിയിലല്ല ഇത്തരം പേഴ്സണൽ പോളിസീസ് ഒക്കെ രൂപീകരിച്ചിരിക്കുന്നത് എങ്കിൽ, അതിന്റെ ഫോർമേഷൻ ശരിയായില്ലെങ്കിൽ, തെറ്റായ കുറെ പോളിസീസ് ഒക്കെ കൊണ്ടുവന്ന് ആൾക്കാരോട് ഇതൊക്കെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ഓൾസോ ലീഡ് ടു ഗ്രീവൻസ്. അതും എന്തിന് കാരണമാകാം? ഗ്രീവൻസിന് കാരണമാകാം. ഇപ്പൊ ഉദാഹരണം, ഒരു ഓർഗനൈസേഷന്റെ പേഴ്സണൽ പോളിസീസിലുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കാം. വർക്കേഴ്സ് ഹാവ് ടു വർക്ക് 10 hours ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ 10 മണിക്കൂർ, ദിവസത്തിൽ 10 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് വിചാരിക്കുക അല്ലെ, പറഞ്ഞേക്കാണ്, പോളിസിയിൽ പറഞ്ഞേക്കാണ്. പക്ഷെ ഇറ്റ് മേ നോട്ട് ബി ആക്സെപ്റ്റബിൾ ഫോർ ഓൾ ഓഫ് ദ വർക്കേഴ്സ്. അത് എല്ലാവർക്കും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, അത്രയും സമയം ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ, 10 മണിക്കൂറൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ കുറെ പേർക്കൊക്കെ അതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ അവരതെന്താകും? അവരുടേതായ ഒരു പരാതിയോ പ്രശ്നമോ ഒക്കെ ആയിട്ട് അവര് മുന്നിൽ കൊണ്ടുവരും. ആരുടെ? ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിലേക്ക് മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ അങ്ങനെയുള്ള പോളിസീസ് രൂപീകരിക്കുമ്പോൾ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ അതിനെ ഹരിച്ചു കുണിച്ചും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അത് പോളിസി ആയിട്ട് കൊണ്ടുവരാം. അല്ലാതെ നടപ്പിലാക്കാൻ പറ്റാത്ത നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? എന്നാലോചിച്ച് നോക്കിയേ. നിയമങ്ങൾ അത് ഫോളോ ചെയ്യണമെന്നാണ്. ഇഫ് വി കനോട്ട് ഫോളോ, നമുക്കത് പറ്റുന്നില്ല അത്തരം പോളിസീസ് ഫോളോ ചെയ്യാനായിട്ട്, അങ്ങനെയാണെങ്കിൽ അത് നിയമമാക്കി കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഓർഗനൈസേഷൻ അതിന്റെ പോളിസീസ്, പേഴ്സണൽ പോളിസീസ്, തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് അവർക്ക് എന്താ പറയാ എംപ്ലോയീസിന് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതല്ലാതെ കൊണ്ടുവന്ന് ഫോം ചെയ്തിരിക്കുന്ന പോളിസീസ് എംപ്ലോയീസിന്റെ ഗ്രീവൻസുകൾക്ക് കാരണമാകാം. സോ ദർ വിൽ ബി സം കോൺട്രാഡിക്ഷൻസ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ്. അപ്പൊ അവർക്ക് എംപ്ലോയീസിന് പല സംശയങ്ങളും പരാതികളും അങ്ങനെയൊക്കെ ആയിട്ട് തീരും അല്ലെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ട്, എക്സാമ്പിൾ, മാറ്റേഴ്സ് റിലേറ്റഡ് ടു എംപ്ലോയർ റെമ്യൂണറേഷൻ, സീനിയോറിറ്റി, ഓവർ ടൈം, അസൈൻമെന്റ് ഓഫ് പേഴ്സണൽ ഷിഫ്റ്റ്. അതായത് അവർക്ക് എന്താ പറയാ എംപ്ലോയീസിന് കൊടുക്കുന്ന എന്താ പറയാ അവരുടെ കോമ്പൻസേഷൻ, റെമ്യൂണറേഷൻ, പ്രതിഫലം. അപ്പൊ നിങ്ങൾ ഇത്ര സമയമാണ് ജോലി ചെയ്യുന്നത്, ഒരു ദിവസത്തില് 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് ഇതാണ് സാലറി എന്ന് പറഞ്ഞിട്ട് വളരെ തുച്ഛമായ ഒരു സാലറി പറയാം.
ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. ഇത്രയും മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നിട്ട് ഇത്രയും ശമ്പളം കൊടുക്കുന്നു. അതുപോലെ തന്നെ സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് അവരുടേതായ പരിഗണനകൾ കൊടുക്കണം. ഒരു എംപ്ലോയി ജോലിക്ക് വന്നിട്ട് അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് അതനുസരിച്ചുള്ള കോമ്പൻസേഷൻ ഇൻക്രിമെന്റും അതുപോലെയുള്ള പരിഗണനകളും അവർക്ക് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാണ്ട് വരുമ്പോ ഇതൊക്കെ അവരുടെ ഗ്രീവൻസുകൾക്ക് കാരണമാകും. ക്ലിയർ ആയോ? ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്. എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ് നോക്കിയാൽ ക്ലിയർ ആയോ എന്ന്? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇഫ് ദ പേഴ്സണൽ പോളിസീസ് ഡു നോട്ട് സെർവ് ദ പർപ്പസ് ഫോർ വിച്ച് ദേ ആർ ഫോംഡ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പേഴ്സണൽ പോളിസീസ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നടപ്പിലാകുന്നില്ല എങ്കിൽ ഇറ്റ് മേ ബി റീസൺ ഫോർ ഗ്രീവൻസ്. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യാമോ ഒന്നാമത്തെ സെന്റൻസ്? ഓക്കെ. ഇനി ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ് അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു എംപ്ലോയി റെമ്യൂണറേഷൻ, ഓവർ ടൈം, സീനിയോറിറ്റി, പിന്നെ പേഴ്സണൽ ഷിഫ്റ്റിന്റെ അസൈൻമെന്റുകൾ. അത് ഞാൻ എക്സാമ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. എക്സാമ്പിളും കൂടി. ഓക്കെ, നെക്സ്റ്റ് വൺ അത് പറഞ്ഞോട്ടെ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ്. ഇനി മറ്റൊരു ഗ്രീവൻസ് പൊട്ടിപ്പുറപ്പെടാനുള്ള മറ്റൊരു സ്രോതസ് അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ്. മിക്ക ഓർഗനൈസേഷനിലും ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഓർ ദ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ദ എംപ്ലോയീസ്. എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരിക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ആശയവിനിമയം എന്താണെന്നോ അല്ലെ? അപ്പൊ ഏത് രീതിയിലും ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവരോടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം. അങ്ങനെ ചോദിച്ചു പിടിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇടയ്ക്കൊരു കമ്മ്യൂണിക്കേഷൻസ് അവരുമായിട്ട് ഉണ്ടാകണം. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ അങ്ങനെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമില്ലാണ്ട് അവര്, കാരണം എന്താ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ബന്ധം വന്നു, ഒരു നല്ലൊരു അടുപ്പം വന്നു. അപ്പൊ എന്താകും? എംപ്ലോയീസിനും അവരുടേതായ ചെറിയ ചെറിയ കാര്യങ്ങൾ അവര് മാനേജ്മെന്റിനോട് തുറന്നു പറയും അല്ലെ? അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ എന്താകും? അത് വലിയ വലിയ ഇഷ്യൂസിലേക്ക് പോകാതിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അടുപ്പം, അത്രയും വരെ ഒരു അടുപ്പം വരും. അതേസമയം എന്ന് ജോലിക്ക് കയറിപ്പോകാണ്ട് മാനേജ്മെന്റുമായിട്ട് പരിചയപ്പെട്ടതാ, അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ എന്തുവരും? നമ്മള് അവരെ കാണുന്നില്ല. ഇപ്പൊ മാസങ്ങളും ആഴ്ചകളും അല്ലെങ്കിൽ കൊല്ലങ്ങളോ കഴിഞ്ഞിട്ടും അത് തമ്മിലൊരു ബന്ധമില്ല. ഒന്ന് സംസാരിക്കോ അല്ലെങ്കിൽ ഉണ്ടോ പറയുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളെന്താ, എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കും. എന്നിട്ട് ഇതൊക്കെ നമ്മളുടെ ജോലിയിൽ പ്രകടിപ്പിച്ച് കാണിക്കും. ജോലി മര്യാദയ്ക്ക് ചെയ്യാതെ അല്ലെങ്കിൽ വേറെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സുഖം കാണിക്കും അല്ലെ? അപ്പൊ അതാണ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ ആശയവിനിമയം നടത്തേണ്ട സ്ഥലത്തൊക്കെ അത് കൃത്യമായി നടത്തുക. അല്ലെങ്കിൽ എംപ്ലോയീസ് തമ്മില് മാനേജ്മെന്റ് തമ്മില് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായെങ്കിൽ അത് ഗ്രീവൻസിന് കാരണമാകും. അപ്പൊ അതെന്ത് ചെയ്യണം? എന്താണ് എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദം. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ പറയുകയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ വരുമ്പോ എന്താണ്? ഗ്രീവൻസ് ഉണ്ടാവില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും എന്താണ്? ഗ്രീവൻസിന് കാരണമാണ്. മാനേജ്മെന്റ് പ്രാക്ടീസസിന്റെ തന്നെയാണ് അതും കേട്ടോ. മാനേജ്മെന്റ് പ്രാക്ടീസസിന്റെ സോഴ്സസ് ഓഫ് ഗ്രീവൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊപ്പോസ്ഡ് ആക്ഷൻസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ഇന്റൻസ് ടു ടേക്ക് ഇൻ ഫ്യൂച്ചർ, ലൊക്കേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്, ലേ ഓഫ്സ് ആൻഡ് മാനേജേഴ്സ്, the key decisions, the introduction of new schemes or new ways of working. അതായത് ഒരു ഓർഗനൈസേഷനിൽ പുതിയ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യം, അതായത് പുതിയ ഇനി ഫ്യൂച്ചറിൽ കുറെ എടുക്കാൻ പോകുന്ന കുറെ നടപടികള്, പുതിയ ലൊക്കേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്. ഈ ഓർഗനൈസേഷന്റെ വേറെ ഒരു സഹോദര സ്ഥാപനം പുതിയത് വേറെ സ്ഥലത്ത് തുടങ്ങുന്നുണ്ട്, അങ്ങനത്തെ കാര്യം. പിന്നെ ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിരിച്ചുവിടല്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ വേറെ ഓർഗനൈസേഷനുമായിട്ട് മറ്റേതെങ്കിലും ഈ ഓർഗനൈസേഷനെ മെർജ് ചെയ്യുന്നുണ്ട്, മെർജിങ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, കീ ഡിസിഷൻസ് ആണ് ഓർഗനൈസേഷൻ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങള്. പിന്നെ പുതിയ സ്കീംസ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്. പിന്നെ പുതിയ വർക്കിംഗ് രീതികൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ പുതുമകള്, അത് പുതുക്കിയ രീതിയിൽ, എന്നും ഒരേ രീതിയിൽ ജോലി ചെയ്യണല്ലോ, പുതിയ മാറ്റങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് ഓൾ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇതെല്ലാം എംപ്ലോയീസിനെ അറിയിക്കണം. അത് അറിയിക്കാണ്ട് വരുമ്പോ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് ജോലിയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ഈ മാറ്റം എന്താണെന്ന് ഇവർ അറിഞ്ഞിട്ടില്ല. അറിയാത്ത കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും? അത് എംപ്ലോയീസിന്റെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കണ്ടോ, ഇഫ് എംപ്ലോയീസ് ആർ അവെയർ about the proposed actions
അത് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് നേരത്തെ കൂട്ടി ഇവർ മനസ്സിലാക്കിയാണെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർക്ക് അത് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ടേൺ ടു ഗ്രീവൻസ്. അത് പരാതികളാകും, പ്രശ്നങ്ങളാകും, പരിഭവങ്ങളാകും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ ഫസ്റ്റ് സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. Lack of communication between employees and management can also cause grievance. Underline ചെയ്തോ? Okay, and the next one, supervisory practices. ഈ എന്താ പറയാ, എംപ്ലോയീസ് അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, പോരായ്മകൾ, എന്തെങ്കിലും എന്താ പറയാ ദുഃഖങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തൃപ്തിക്കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യുമല്ലോ. സൂപ്പർവൈസിങ്ങിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യണം എന്തായാലും എല്ലാ ഓർഗനൈസേഷനിലും ഒരു ഫാക്കൽറ്റി, ഒരു എന്താ പറയാ ഒരു പ്രൊഫഷണലിന് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിർത്തിയിട്ടുണ്ടാവും. ഫ്ലോർ മാനേജർ അതൊക്കെ നിങ്ങൾ കേട്ടോ? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി മൾട്ടി സ്റ്റോറികളായിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും, 5-6 നിലയ്ക്കുള്ള ഇതായിരിക്കും. അവിടെ ഓരോ ഫ്ലോറിലും ഓരോ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. എന്തിനാ? ആ ഫ്ലോറിലെ കാര്യങ്ങളൊക്കെ നോക്കാനാണ്. ആ ഫ്ലോറിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ എന്താ പറയാ ഒത്തിരി ആളുകളൊക്കെ കൂട്ടം കൂടി ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാനും മാത്രമല്ല അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ കൃത്യമായിട്ട് അവിടെ തന്നെയൊക്കെ ഉണ്ടോ, അവരവരുടെ പൊസിഷനിലും ജോലികൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഫ്ലോർ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ സൂപ്പർവിഷന്റെ ഭാഗമാണ്. അപ്പൊ ഈ സൂപ്പർവൈസിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷനിൽ എല്ലാവർക്കും ഉണ്ടാകുന്നത് എംപ്ലോയീസിന്. ബട്ട് സംടൈംസ് ദർ മേ ബി ഫോൾട്ടി സൂപ്പർവിഷൻ. ഫോൾട്ടി സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതായാലും ശരിയായ രീതിയിലുള്ള സൂപ്പർവിഷൻ ഒന്നും നടത്തൂല, വേണോ വേണ്ടെന്നൊക്കെ വെച്ചിട്ട് ഒരു ഒപ്പിക്കൽസ് അല്ലെ, അങ്ങനെയുള്ള നടത്തും. അപ്പൊ എന്ത് പറ്റും? അതുപോലെ തന്നെ ലാക്ക് ഓഫ് കൺസിസ്റ്റന്റ് അപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്. അതായത് ഇവിടെ കുറെ പേഴ്സണൽ പോളിസീസ് രൂപീകരിച്ചു വെച്ചിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ, അതൊന്നും ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നില്ല. അതൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കണ്ടോ. എല്ലാത്തിനും ഒരു എന്താ പറയാ ഒരു സ്ട്രിക്റ്റ് അല്ലാത്ത, ഒരു കൺട്രോളും സ്ട്രിക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, ഒരു അയഞ്ഞ രീതിയിൽ ഒരു സമീപനമാണ് നമ്മളുടെ സൂപ്പർവിഷനിൽ കൊണ്ടുവരുന്നതെങ്കിൽ മനസ്സിലായോ? അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ വളരെ അയഞ്ഞ രീതിയിൽ, അവിടെ ഒരു എന്താ പറയാ ഒരു സ്ട്രിക്ട്നെസ് ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ സ്ട്രിക്റ്റ് ആക്കി അതിനെ കുറിച്ച് നമ്മൾ അടുത്ത് പഠിക്കുന്നുണ്ട്, ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. അല്ലെങ്കിൽ എന്താണ്? എല്ലാത്തിലും ഒരു അയഞ്ഞ ഒരു മനോഭാവം എന്ന് വെച്ചാൽ അത്ര സ്ട്രിക്റ്റ് അല്ലാതെയൊക്കെ ആകുമ്പോ അതെന്ത് പറ്റും? അത് എംപ്ലോയീസും അത് മുതലെടുക്കും അല്ലെ. അങ്ങനെ അത് കൂടാതെ ചിലപ്പോഴൊക്കെ നമ്മള് ഭയങ്കര ആവശ്യമില്ലാത്ത കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരിൽ ഇമ്പോസ് ചെയ്യും. അപ്പൊ അത് അവരിൽ പ്രഷർ ഉണ്ടാകും. എന്താ പറയാ, അവർക്ക് ഒരുപാട് പ്രഷർ കൊടുക്കും എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയാ BP ഒക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് ആകും. ഒത്തിരി പറ്റാത്ത രീതിയിലുള്ള പോളിസീസ് അപ്ലൈ ചെയ്യുക. ഒരു ഭാഗത്ത് അയഞ്ഞ രീതിയിൽ അതും പ്രശ്നമാണ്, അതേസമയം കൂടുതലാകുന്ന രീതിയിലുള്ള ഇമ്പോസിഷൻ ഓഫ് ഒരുപാട് പോളിസീസ് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഇതൊക്കെ എന്തിലേക്ക് കാരണമാകും? ഗ്രീവൻസിന് കാരണമാണ്. അപ്പൊ സൂപ്പർവൈസറി പ്രാക്ടീസസ് കറക്റ്റ് ആയിരിക്കണം. നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യുക, എംപ്ലോയീസിനെ കൃത്യമായിട്ട് അവരുടെ പേഴ്സണൽ പോളിസീസ് ഫോളോ ചെയ്ത് തന്നെ കൊണ്ടുപോകുക. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യിപ്പിക്കാതെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ് ഭയങ്കര ഇമ്പോസ് ചെയ്ത് അവരിൽ അടിച്ചേൽപ്പിക്കുന്ന വിധമാക്കാതെ അത് എന്താ പറയാ ഒരു ഫ്രീക്വന്റ് ആയിട്ട് അവരെ എന്താ പറയാ മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോകുക. അപ്പം ഗ്രീവൻസിന് എന്താ പറയാ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടെ. ക്വാളിറ്റി സൂപ്പർവൈസറി റൂൾ such as lack of consistent application of personal policies, bias in applying rules and decisions. റൂൾസും റെഗുലേഷൻസ് ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന തർക്കങ്ങള് എക്സെട്ര can create pressure on employees and could lead to grievances. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ക്ലിയർ ആയോ? സൂപ്പർവൈസറി പ്രാക്ടീസസ് ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മള് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന എന്താ പറയാ ഗ്രീവൻസുകളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ മാനേജ്മെന്റിന്റെ പ്രാക്ടീസസ് കൊണ്ട്. ഒന്ന് മാനേജ്മെന്റിന്റെ സ്റ്റൈല്, രണ്ടാമത്തേത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, മൂന്നാമത്തേത് എന്താ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പറഞ്ഞു. പിന്നെ ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്, ശരിയായ രീതിയിലല്ലാത്ത പേഴ്സണൽ പോളിസീസ്, എന്താണ് നടപ്പിലാക്കാൻ പറ്റാത്ത പേഴ്സണൽ പോളിസീസ് കൊണ്ടുവരുമ്പോൾ
പിന്നെ നമ്മൾ പറഞ്ഞത് സൂപ്പർവൈസറി പ്രാക്ടീസസ്. 5 പോയിന്റുകളാണ് മാനേജ്മെന്റ് പ്രാക്ടീസസുമായി ബന്ധപ്പെട്ട് ഗ്രീവൻസുകൾ ഉണ്ടാകാനുള്ള സോഴ്സ്. അടുത്തത് രണ്ടാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ഗ്രീവൻസസ് ഫ്രം റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്. അതായത് നമ്മൾ ആ ഇൻഡിവിജ്വൽസിനെ എംപ്ലോയീസിനെ ഒക്കെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രീവൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി. ചില ആൾക്കാരുണ്ട്, ചില എംപ്ലോയീസ് ഉണ്ട്, എന്ത് കണ്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിനപ്പൊ തന്നെ നെഗറ്റീവ് അടിക്കും ഇല്ലേ? നമ്മളും ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും, അയ്യോ അത് വേണ്ട വേണ്ട അല്ലെ? നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ ഓർഗനൈസേഷനിലുണ്ട്. മേ ബി സം എംപ്ലോയീസ് ഹാവിംഗ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ഒരു പോളിസി, ഒരു എന്തെങ്കിലും ടേംസോ റൂൾസോ ഒക്കെ കൊണ്ടുവരുമ്പോ അതിനൊക്കെ നെഗറ്റീവ് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറ്റുകയെന്ന് അറിയാം, ഓർഗനൈസേഷനിൽ അവർ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് പരാതികളാണ് എപ്പോഴും. കാരണം എന്താ, അവരുടെ മനസ്സിൽ മുഴുവനും നെഗറ്റീവാണ്. അത് അങ്ങനെ വരുമോ വരില്ലേ എന്നുള്ള ഒരു നെഗറ്റീവ് മൈൻഡാണ്. അത് പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ചില എംപ്ലോയീസ് ഉണ്ട്, അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് എപ്പോഴും ഒരു നെഗറ്റീവാണ്. അവരെപ്പോഴും എങ്ങനെയായിരിക്കും, അവരെപ്പോഴും ഇടയ്ക്ക് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും, ഭയങ്കര കെയർലെസ് ആയിരിക്കും, പിന്നെ ഇൻകൺസിഡറേറ്റ് ആയിരിക്കും. ഇൻകൺസിഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒപ്പമുള്ള വർക്കേഴ്സിനോട് ഒന്നും ഒരു കൺസിഡറേഷനും ഇല്ല, ഒരു കരുതലില്ല. എന്റെ മാത്രം കാര്യം, ഞാൻ എന്നുള്ള മാത്രം കാര്യം ഉണ്ടാവുള്ളൂ. ഇനി ഇവര് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള എംപ്ലോയീസ് മാത്രമല്ല, ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണ്, എല്ലാവരെയും ബാക്കിയുള്ളവരെയും കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരാം. കാരണം അവരെ കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, ബലം കൂടുമല്ലോ അല്ലെ? യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബലം അല്ലെ? ഞാൻ നട്ടിക്കുള്ളൂ. അവർക്കും അവരുടെയും മനസ്സിലേക്ക് ആ നെഗറ്റിവിറ്റി അങ്ങോട്ട് കുത്തി കയറ്റിയിട്ട് എന്ത് ചെയ്യാം, അവരെ കൂടി നമ്മുടെ ഒപ്പം ചേർക്കാം. അപ്പൊ എന്താ, ഒരു കൂടി ബലമായി പോകും, അവർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ എന്ന് കണ്ടോ. അതാണ്. അപ്പൊ അങ്ങനെയും ഗ്രീവൻസ് ഉണ്ടാകും. അപ്പൊ ഒരാളല്ല, കൂടുതൽ പേര് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരാൻ സാധ്യത. കാരണം അങ്ങനെ വഴുതി വീഴാൻ പറ്റുന്ന കുറെ എംപ്ലോയീസ് ചിലപ്പോൾ കൂട്ടായിട്ട് കിട്ടും പുള്ളിക്കാരന് അല്ലെങ്കിൽ അവർക്ക്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, അവരെ കൂടി കൂട്ടും. അപ്പൊ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, എംപ്ലോയീസിന്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഗ്രീവൻസുകൾക്ക് കാരണമാകും. അത് അൺനെസസറി ആണ്, ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഗ്രീവൻസ് ആണത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി. മനസ്സിലായോ? ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ? പോയി എല്ലാവരും ഇല്ലേ? പോയി ഇറങ്ങി, ക്ലാസ് കഴിയുന്നതിനും പറഞ്ഞ് പോയോ? യെസ്, ഓക്കെ. അപ്പൊ ഒന്നാമത്തേത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി. ഏതില്? ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്. അത് എംപ്ലോയീസുമായി ബന്ധപ്പെട്ടതാണ് അതൊക്കെ വന്നത്. അപ്പൊ ഒന്നാമത്തെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള എംപ്ലോയി എപ്പോഴും ഇങ്ങനെ പലതിനും പരാതി പറയും, എപ്പോഴും കെയർലെസ് ആയിരിക്കും. മാത്രമല്ല മറ്റുള്ളവരൊന്നും കൺസിഡർ ചെയ്യൂല. ഇനി മാത്രമല്ല ദേ ഓൾസോ ഇൻക്ലൂഡ് അതേഴ്സ്, അല്ലെങ്കിൽ അജിറ്റേറ്റ് അതേഴ്സ്, അതായത് മറ്റുള്ളവരെ ആകർഷിക്കും അവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാനും അങ്ങനെ ആവശ്യമില്ലാത്ത ഗ്രീവൻസുകൾ ഉണ്ടാക്കാനും. മനസ്സിലായോ? അടുത്തത് ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ഇനി എന്താ, എംപ്ലോയീസ് those who are suffering from health issues, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാര്. നമ്മൾ ജോലിക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കൂടുതൽ പ്രായങ്ങളിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും, ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ചില ഹെൽത്ത് ഇഷ്യൂസ് വിച്ച് കോസസ് അവർ മെന്റൽ സ്ട്രെങ്ത്, നമ്മളുടെ മാനസികാരോഗ്യത്തെ എന്താ പറയാ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചില രോഗങ്ങളുണ്ട്. ഡിപ്രഷൻ, മെന്റൽ ടെൻഷൻ അല്ലെ? ഇതൊക്കെ എന്താകും, ഗ്രീവൻസുകൾ കാരണമാകും. കാരണം എന്താ, ഓൾറെഡി അവർ ടെൻസ്ഡ് ആണ്. അവർക്ക് പെട്ടെന്ന് എന്താ പറയാ ചില കാര്യങ്ങളിൽ ഡിപ്രഷനും ഇതൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ടെൻസ്ഡ് ആകും. അപ്പൊ അങ്ങനെയുള്ള ടെൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല, അവരുടെ ഹെൽത്ത്. അങ്ങനെ എന്തെങ്കിലും പറയോ, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വരെ അവരെന്താകും, വലിയ പരാതിയായിട്ട് മാറും. മനസ്സിലായി? ചെറിയ ഒരു നിസ്സാര പ്രശ്നമായിരിക്കുള്ളൂ, പക്ഷെ അവർക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് അവര് അതിനെ കാണും, അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് പോകും. അതാണ് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. കാരണം ശാരീരിക പ്രശ്നമാണ്. നമ്മളുടെ ശരീരം ആരോഗ്യം അത് ഓക്കെയല്ല, ഹെൽത്ത് എന്താ പറയാ ഇല്ലാണെങ്കിൽ, ഈ ഹെൽത്ത് ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടില് നമ്മൾ സ്മൂത്ത് ആയിട്ട് ആടിപ്പാടി ചാടി ഓടിയൊക്കെ നടന്ന എല്ലാ ജോലികളൊക്കെ ചെയ്യും. ആ സമയം ഒരു തലവേദനയോ ഒരു നല്ല പനിയോ ഒക്കെ വന്നിട്ട് നമുക്ക് തീരെ വയ്യ അല്ലെ, ഒരു തീരെ വയ്യെങ്കിൽ നമ്മളെല്ലാം നടന്ന് ചെയ്യും. പക്ഷെ ഒട്ടും നമ്മൾക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാനൊന്നും പറ്റുന്നില്ല അല്ലെ. മറ്റുള്ളവരൊക്കെ നമ്മളെ എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ചെറിയതുപോലെ നമുക്ക് എന്താകും, ഭയങ്കര
ഒരു എന്താ പറയാ മനസ്സിലൊരു വലിയ ഡിസപ്പോയിന്റ്മെന്റ്, നിരാശ തരും. കാരണം എനിക്ക് ഇത്രയും വയ്യാണ്ട് കിടന്നിട്ടും എനിക്ക് ഒരു എന്താ പറയാ സ്വസ്ഥത അല്ലെങ്കിൽ ഇത് തരുന്നില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നൂല്ലേ? നമ്മുടെ വീടുകളിൽ നിന്നാണെങ്കിൽ പോലും അല്ലെ? അപ്പൊ നമ്മളൊരു വർക്കിംഗ് ഓർഗനൈസേഷനിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് കിട്ടുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. നമുക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാകും. അത് ഗ്രീവൻസിന് കാരണമാകും. അപ്പൊ ഹെൽത്ത് ഇഷ്യൂസും എന്താണ് ഗ്രീവൻസിന്റെ ഒരു സോഴ്സ് ആണ്. ക്ലിയർ ആയ? യെസ്, ആ പോയിന്റ് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. എന്താ നെക്സ്റ്റ് വൺ? അടുത്തത് ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ് ആണ്. ഇംപ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ എന്താ? പ്രാക്ടിക്കൽ അല്ലാത്ത ചില പ്രതീക്ഷകളാണ്. അതെന്താ അങ്ങനെ വരിക? അതായത് ചില എംപ്ലോയീസ് ഉണ്ട്, അവരെ തന്നെ സ്വന്തമായിട്ട് ഒരു എന്താ പറയാ മാന്യത സൂക്ഷിക്കുന്ന ആൾക്കാർ, അഭിമാനം സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനമാണ് അല്ലെ? അവരെന്ത് ചെയ്യുന്നറിയോ? അപ്പൊ ഞാൻ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്റേതായ ഒരു മാന്യത. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ മാന്യതയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി എന്താ പറയാ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും എന്റെ ജോലി ഞാൻ ചെയ്യുന്ന. ഓവർ അംബീഷ്യസ്, ഒരുപാട് മറ്റ് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരിക്കും എനിക്ക്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് എന്റെ മാന്യതയ്ക്ക് എന്താ പറയാ ഉതകുന്ന രീതിയിൽ ഞാൻ അതൊന്ന് ഓവർ കോൺഫിഡൻസ് ആയിട്ട് കാണിക്കും. ഭയങ്കര എന്താ പറയാ ചില സമയത്ത് നമ്മൾ പറയില്ലേ ഓവർ കോൺഫിഡൻസ് നല്ലതല്ലാന്ന്. അത് ഓർഗനൈസേഷൻസിലൊക്കെ അത് ചിലപ്പോൾ കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നല്ലതായിരിക്കും. ഏത് പൊസിഷനിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മൾ ഓവർ അംബീഷ്യസ്, നമുക്ക് ഇന്നതാകും കാരണം നമ്മളാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വരുന്നു. അതൊക്കെ ഉണ്ടാകും അതായത് എംപ്ലോയീസിന്. പക്ഷേ ഇത് ചിലപ്പോ എന്താ പറയാ തിരിച്ച് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മളെ ആ രീതിയിൽ മാനിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസിന് നിരക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഗ്രീവിയൻസ് ആകും അല്ലെ? നമുക്ക് പരാതികൾ ഉണ്ടാകും, പരിഭവങ്ങൾ ഉണ്ടാകും, ഡിസപ്പോയിന്റ് ഉണ്ടാകും. അതാണ് പറഞ്ഞേക്കുന്നത് ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ്. പ്രാക്ടിക്കൽ അല്ലാത്ത പ്രതീക്ഷകൾ. നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ അവിടുന്ന് പ്രാക്ടിക്കലായി നമുക്ക് കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ എന്താ പറയാ ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന ഗ്രീവൻസുകളുടെ സോഴ്സസ് ആണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. ഏതൊക്കെയാ പറഞ്ഞത്? Negative attitude of employee, health problems, impractical എന്താ പറയാ എക്സ്പെക്ടേഷൻസ്. 3 ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, അവസാനത്തേത്, അതങ്ങ് വേഗം പറഞ്ഞു തീർക്കാം എന്ന് തോന്നുന്നു. വേണോ അല്ലെങ്കിൽ അടുത്ത ദിവസം മതിയോ? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് എനിക്കറിയാം. എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. 3 ക്ലാസിഫിക്കേഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ഗ്രീവൻസുകളുടെ സോഴ്സുകളെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? മാനേജ്മെന്റ് പ്രാക്ടീസസ്, പിന്നെ ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, 3ാമത്തേത് വർക്കിംഗ് കണ്ടീഷൻസ്. അവിടുത്തെ ജോലി ചെയ്യുന്ന ചുറ്റുപാട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഗ്രീവൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്തേക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ട് അനുകൂലമായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി തരണം അല്ലെ? നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ ആ ഒരു സഹകരണം, അവരുടെ സ്നേഹം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കും. നമുക്ക് ഇപ്പൊ എന്താ പറയാ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഫാന് അല്ലെ, അതൊക്കെ വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്താ പറയാ ടോയ്ലറ്റും വാഷ്റൂംസും മറ്റും ഒക്കെ അവൈലബിൾ ആയിരിക്കണം. ആവശ്യത്തിന് എത്ര എംപ്ലോയീസ് ഉണ്ടോ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. ഒത്തിരി എംപ്ലോയീസ് ഉണ്ടായിട്ട് ആ ഒരു വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യം ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതനുസരിച്ച് അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് വർക്കിംഗ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫേവറബിൾ ആണെങ്കിൽ കുഴപ്പമില്ല, എംപ്ലോയീസിന് പരാതി ഉണ്ടാവില്ല. അതേസമയം ഇതൊന്നും ഇല്ലാതെ ആകുമ്പോൾ, ഡിസ്ട്രസ്ഡ് ആകുമ്പോൾ എന്ന് വെച്ചാൽ എന്താ, ഇതെല്ലാം താറുമാറാകുമ്പോഴാണ് എംപ്ലോയീസിന് വീണ്ടും ഗ്രീവൻസ് ഉണ്ടാകും. ഏതിന്റെ ബേസിസില്? വർക്കിംഗ് കണ്ടീഷൻസിന്റെ ബേസിസില്. ഒന്ന് റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ്. റിജിഡ് അതായത് ചില ഓർഗനൈസേഷനിലുണ്ട് ഇത്ര പ്രൊഡക്ഷൻ വേണമെന്ന്, ഒരു പ്രൊഡക്ഷന്റെ ഒരു നിലവാരം വെച്ചിട്ടുണ്ടാവും. പക്ഷെ എംപ്ലോയീസിന് എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് അവര്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ പണ്ടത്തെ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാകും. ഈ അംബ്രല മേക്കിംഗ് ഫാക്ടറി ആണെന്ന് വിചാരിക്കാം. കുട ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ഫാക്ടറി. അവിടെ ഒരു എംപ്ലോയി എന്താ പറയാ ആവറേജ് ഒരു ദിവസം ഉണ്ടാക്കേണ്ടത് ഒരു 20 കുടയെങ്കിലും വൈകുന്നേരങ്ങൾ മുമ്പ് ഉണ്ടാക്കണം എന്നാണ്.
20 ഉണ്ടാക്കണം എന്ന് പറയുന്നു. പക്ഷെ എത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയും കൊണ്ടുവന്നിട്ടും വളരെ സ്പീഡായിട്ട് ചെയ്തിട്ടും ഒന്നും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും ഒരു 15 എണ്ണത്തിൽ കൂടുതൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മാക്സിമം ലിമിറ്റ് ആണ്. ഒരാൾക്ക് 15 കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. കണ്ടോ, അവർ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് 20 ആണ്. 20 എണ്ണം വേണമെന്ന് ഒരു സ്റ്റാൻഡേർഡ് നിലവാരം അവർ പറയുന്നത് അത്രയാണ്. അത് റിജിഡ്, അപ്പൊ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം, മാറ്റമില്ലാതെ. അത് ചിലപ്പോ എംപ്ലോയീസിന് സാധിക്കുന്നില്ല. എങ്ങനെ ചെയ്തിട്ടോ ഒരാഴ്ചയില 2 ആഴ്ചയില 3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ആ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അത് റിജിഡ് ആയിട്ട് വെച്ചേക്കാണ് അവിടെ. അന്നത് മാറ്റി 20 പറ്റൂല, ആർക്കും പറ്റില്ല. അപ്പൊ നമുക്കത് 15ലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു രീതി കൊണ്ടുവരുന്നില്ല ആര്, മാനേജ്മെന്റ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് ഗ്രീവൻസ് ആണ്. ഓക്കെ, വർക്കിംഗ് കണ്ടീഷൻസ്. ഓക്കെ, പറഞ്ഞാൽ നമ്മൾ തീരില്ല. കാരണം പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചില ഉദാഹരണങ്ങൾ പറയേണ്ടി വരും. സോ അത് ഒരുപാട് സമയം എടുക്കും. നമുക്ക് അടുത്ത ദിവസം വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇവിടെ വരെ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വരിക. പറ്റൂലേ? വായിച്ചു വരൂലേ? ഓക്കെ, സോ സി യു നെക്സ്റ്റ് ഡേ. ബൈ. താങ്ക് യു. Thank you, Miss. Yes, okay, thank you.